സ്നാനം നടത്തുമെന്ന് പറഞ്ഞാൽ വലിയ ഈസിയൊന്നുമല്ല അല്ലേ. ഹല്ലേലൂയ. ഞങ്ങൾ രാവിലെ വന്നപ്പോൾ വെള്ളം ഒട്ടുമില്ലായിരുന്നു. അവൾക്ക് മനസ്സിലായില്ല എത്ര വെള്ളം വേണമെന്ന്. ഞങ്ങൾ 1 മണിക്കൂറായിട്ട് ഇവിടെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് മഴവെള്ളത്തിലൂടെ അല്ലാതെയൊക്കെ. സ്തോത്രം. എനിവേ അപ്പോൾ 2 പേരൂടെ വന്നു സ്നാനപ്പെടാനായിട്ട്. അവരെ ക്ലാസ് പാസ്റ്റർജി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ പട്ടണത്തിൽ എനിക്ക് അനേക പേരുണ്ട്, നീ പോയാൽ മതിയെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ നേരത്തെയൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ തന്നെ എല്ലാ കാര്യം ചെയ്യണം. ഇപ്പം കർത്താവ് അനേക പേരെ നമുക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. ഒരു കൊച്ചു വരുന്നത് കണ്ടോ? കഴിഞ്ഞ ദിവസം ഷീരാസിൻ്റെ അവിടെ നിന്ന് ഒരു ഷോർട്സ് ഇട്ടായിരുന്നു, വിശ്വസിച്ചാൽ നീ പറക്കുമെന്നുള്ളത്. ഹല്ലേലൂയ. അത് കുഞ്ഞ് മരിക്കാനിരുന്നൊരു കുഞ്ഞാണ്. അവൾ അത് കേട്ട് എന്നെ വിളിച്ചു, ഇവിടെയൊക്കെ വരാൻ പറഞ്ഞിരുന്നത് മീറ്റിങ്ങിന് വരികയാണ്. സ്തോത്രം. ഇത് യഹോവയാൽ സംഭവിക്കുന്ന ഒരു മരണത്തെ ജയിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. രമ്യാവിൻ്റെ പുസ്തകത്തിൽ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് എല്ലാവർക്കും പറയാൻ വളരെ എളുപ്പമാണ്. ദേവദാസന്മാർ സ്റ്റേജിൽ നിന്ന്, ദേവദാസികൾ സ്റ്റേജിൽ നിന്നങ്ങ് ഭയങ്കരമായിട്ട് കത്തി രാവിലെ മോർണിംഗ് മെസ്സേജായിട്ടും പവർഫുള്ളായിട്ട് പ്രവചിക്കുകയൊക്കെ ചെയ്യും. ഈ കിടന്ന് ഉരുളുകയും വിയർപ്പിക്കുകയും പേടിപ്പിക്കുകയും ശക്തമായി ശബ്ദത്തിൽ പറയുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു ദൈവഭക്തനോ ഭക്തയ്ക്കോ ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇന്ന് ഞാൻ കടന്നു പോകുന്നൊരു അനുഭവമുണ്ട്. ഹല്ലേലൂയ. പാസ്റ്റർ എപ്പോഴും ഇതേ അനുഭവത്തിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ. ആ ദയ നമ്മളെ ചുറ്റി, പ്രത്യാശ അവനിൽ വയ്ക്കുക, അവൻ്റെ ദയ നമ്മളെ ചുറ്റിക്കൊള്ളുന്നു. ഞാൻ മുന്നേമേ കടന്നു പോകുന്നതുകൊണ്ട് പറയുകയാണ്, ദൈവമക്കളെ, നെവർ ഗിവ് അപ്പ്. എൻ്റെ റേസ് എവിടെ വരെയുണ്ടോ അവിടെ വരെ ഞാൻ ഫിനിഷ് ചെയ്തേ പറ്റുകയുള്ളൂ. ഇത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ അത്രയും. ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നില്ലെങ്കിൽ നിങ്ങൾ കൊള്ളാവുന്നവരല്ല. ഒരുവനെ അനുഗമിപ്പാൻ ആഗ്രഹിച്ചാൽ താൻ പരിത്യജിച്ച് തൻ്റെ ക്രൂശുമെടുത്ത് എൻ്റെ പിന്നാലെ വരുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. സ്വർണ്ണമുണ്ടാക്കുന്നത് ഇതുപോലെയാണ്. അവൻ്റെ മുഖം അതിലേക്ക് ആ ഗോൾഡ് ഉണ്ടാക്കുന്ന പ്ലേറ്റിലേക്ക് തെളിഞ്ഞു വരുന്നതുവരെയും പ്രോസസ്സിലൂടെ കടത്തിവിടും. ദ ജേർണി വാസ് നോട്ട് ഈസി. 17 years ജേർണി. എൻ്റെ ഹസ്ബൻഡിനോട് ഇന്നലെ ഞാൻ ഷെയർ ചെയ്യായിരുന്നു. ദിസ് ഈസ് ഹാപ്പനിങ് മേജർ അറ്റാക്ക് യെസ്റ്റർഡേ. ഒരു സൈന്യം പാളയം ഇറങ്ങി. പല വീഡിയോസും ഡിലീറ്റ് ചെയ്യാൻ ഫോഴ്സ് ചെയ്തപ്പോൾ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ചില വീഡിയോസ് കർത്താവ് പറഞ്ഞു അത് ഡിലീറ്റ് ചെയ്യേണ്ട. ഹല്ലേലൂയ. ഇത് യഹോവയാൽ സംഭവിക്കുന്ന നമ്മുടെ ദൃഷ്ടി ഇത് ആശ്ചര്യമായിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഭൂമിയിലുള്ള ഭർത്താവും എൻ്റെ സ്വർഗത്തിലുള്ള ഭർത്താവും എൻ്റെ കൂടെയുള്ളിടത്തോളം കാലം ഒന്നിനെയും ഞാൻ പേടിക്കുന്നതല്ല. ഹല്ലേലൂയ. ഒരു സൈന്യം പാളയം ഇറങ്ങി. എന്തിനാണ് പാസ്റ്റേഴ്സ് പേടിക്കുന്നത്? എന്തിനാണ് കോൺഗ്രിഗേഷൻ പേടിക്കുന്നത്? നിങ്ങളുടെ കുത്തകയാക്കി യേശു ചാട്ടവാറെടുത്ത് അടിച്ചോടിച്ചത് ഇന്നും അത് നടക്കാൻ പോവുകയാണ്. ദൈവത്തിനെ വിറ്റ് തിന്നവരും എല്ലാത്തിനെയും കൂടുപോലെ അടച്ചു വെച്ചതിനെയൊക്കെ പുറത്തിറക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. ഒരെണ്ണം മതി, ഒരു പൗലൂസ് മതി, ഒരു എസ്തേർ മതി, ഒരു മോശ മതി, ഒരു നോഹ മതി. ദാറ്റ്സ് ഇറ്റ്. ഇന്നും പറയുന്നു, കുറച്ച് സമയം, നോട്ട് മോർ ദാൻ 1.5 month, ആ സമയത്തിനുള്ളിൽ ദൈവം വലിയൊരു ഷിഫ്റ്റിംഗ് ചെയ്യുകയാണ്. എല്ലാ സൂമുകളും നിന്നു പോകും, എല്ലാ കോൺഗ്രിഗേഷൻ്റെ ബിൽഡിങ്ങുകളും സ്റ്റോപ്പാകും. എന്നിട്ട് നിങ്ങൾ വീടിനകത്താകും. അവിടെ നിങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കും. അരമത്യനായ യോസഫ് മറഞ്ഞിരുന്നൊരു ശിഷ്യനായിരുന്നു. പക്ഷേ സമയമായപ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങിയതുപോലെ ഹബ്രാഷിക് റബഹത്തുരുക്കി ചിലതിനെയൊക്കെ കരുതി വച്ചിരിക്കുകയായിരുന്നു തക്ക സമയത്ത്. ഇന്ന് ഈ യാത്രയിൽ ഷൊർണൂർ തൊട്ട് അങ്ങ് കന്യാകുമാരിയുള്ള യാത്രയിൽ അനേക പേര് തീച്ചുളുടൽ ഇപ്പോൾ കടന്നു പോകുന്നു. സഭാ പാസ്റ്റർമാർ സൈന്യം പാളയം ഇറങ്ങി. ചിലരൊക്കെയും എനിക്കെതിരായി വലിയ അക്യൂസേഷനുകളും അവർക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷേ അവരൊക്കെയും കർത്താവ് കണ്ടിരിക്കുന്ന പാത്രങ്ങളായതുകൊണ്ട് അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയാത്തതിനല്ല അവരോട് ക്ഷമിക്കണമേ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു റിയാക്ഷനും എനിക്കില്ല, ഒരു കമൻറ്റിനും എനിക്ക് റിയാക്ഷനില്ല. കാരണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിൽ അത് പോകുമ്പോഴേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അതാണ് പൗലോസ് പറഞ്ഞത് ഗലാത്യ ലേഖനമാറിൽ, ആ ചൂടടയാളം ഞാൻ വഹിക്കുന്നു. ഈ ഒരു ഇമേജ് ഇട്ടിരിക്കുന്നത് ഞങ്ങളോട് കൂടെ നിന്നവർ തന്നെ ഞങ്ങളോട് ചോദിച്ചതാണ്. രാത്രി 12 മണിക്ക് ഈ പെണ്ണുങ്ങളെല്ലാം പാസ്റ്ററായാലും പുറത്ത് ഒരു ആവശ്യം വന്നാൽ
ഇറങ്ങി അങ്ങനെ ചെല്ലും നിങ്ങൾ, പെണ്ണിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അതേ സഭയിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ ഒരു പോസ്റ്ററാണിത്. ഇനി ആ സംസ്ഥാനത്ത് ഇനി സ്ത്രീകൾക്ക് രാത്രിയിൽ സ്വാതന്ത്ര്യം, അതൊരു നെഗറ്റീവായൊരു സ്വാതന്ത്ര്യമാണ്. അവിടെയെങ്കിൽ ആ സ്ഥലത്തേക്ക് അനേക സ്ത്രീകളെ ദൈവദാസിമാരായി പാസ്റ്റേഴ്സായി ദൈവം എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പ്രോസസ്സ് ചെറുതൊന്നുമല്ല. ഹല്ലേലൂയ. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. നെവർ ഗീവ് അപ്പ്. ഇത് നമ്മളൊരു ബിൽഡിംഗ് പണിഞ്ഞ് ഇങ്ങനെ നമ്മൾ ഈ കള്ളന്മാർ ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ദൈവത്തിൻ്റെ പ്രവർത്തിക്ക് വേണ്ടി ഇസബേൽ ശക്തികളെ തകർക്കുവാൻ, തൻ്റെ കുഞ്ഞാടുകൾ സ്കാറ്റേഡ് ആയിരിക്കുമ്പോൾ അതുകളെ സ്വർഗത്തിലേക്ക് നയിക്കുവാൻ, ഹല്ലേലൂയ, അവരെ ഒന്ന് ഉത്സാഹിപ്പിക്കുവാൻ ആ തക്ക സമയത്ത് ആണല്ലോ, ക്ഷണത്തിലാണല്ലോ എല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞതുപോലെ തന്നെ ലേവ്യരെ കൊണ്ട് ശുശ്രൂഷ ചെയ്തു. പുരോഹിതന്മാരുടെ അവരുടെ ശുദ്ധീകരണം നടക്കാഞ്ഞതുകൊണ്ട് ലേവ്യരെ കൊണ്ട് ശുശ്രൂഷ എന്ന് പറഞ്ഞപ്പോൾ എന്നോടൊരു വ്യക്തി പറഞ്ഞത്, എന്നിട്ട് ലേവ്യർ എവിടെയായിരുന്നു പിന്നീടെന്ന്. സ്തോത്രം. മോശെ എവിടെയായിരുന്നു പിന്നീട്? മോശയെ കൊണ്ട് ഇത്രയും ചെയ്തിട്ട് മോശയെ അവിടെ നമ്മൾ കാണുന്നില്ലല്ലോ. പക്ഷേ പുതിയ നിയമത്തിലേക്ക് ഒരു മോശയെ നമ്മൾ കാണുന്നു. സ്തോത്രം. എല്ലാത്തിനും ചോദ്യങ്ങൾ എളുപ്പമാണ്. പറയും വായി കൊണ്ട്, ഇല്ല ഞാൻ ശക്തമായി നിൽക്കും, പക്ഷേ കാര്യം വരുമ്പോൾ ഇടറിപ്പോകുന്നു. അത് പത്രോസിൻ്റെ ഇതാണ്. അത് ആത്മാവിൻ്റെ ബലമില്ലാത്തത് കൊണ്ടാണ്, ആത്മീയരുമായിട്ടുള്ള ബന്ധമില്ലാത്തത് കൊണ്ടാണ്. ഷോ ഓഫ് ചെയ്ത് എല്ലാവരും മടുത്തു. ഇനി നിങ്ങളെല്ലാം മടുത്തു പോകും. കാരണം ഇതിന് ആത്മാവിൻ്റെ തുടക്കമാണ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. നെവർ ഗീവ് അപ്പ്. എല്ലാ സഹോദരന്മാരെയും ആണും പെണ്ണും എന്ന വ്യത്യാസമില്ലാതെ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയെങ്കിൽ മനുഷ്യൻ്റെ ഇഷ്ടമല്ല, ഇനി ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നടക്കുന്നത്. ഒരു സൈന്യം പാളയം ഇറങ്ങിയാൽ അവയൊന്നും നമ്മുടെ അടുക്കൽ വരികയില്ല. നീ അവനെ നോക്കും, പിന്നെ അവനെ കാണുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് സംസാരിച്ചതൊക്കെയും നിവൃത്തിയാകുമ്പോൾ നമ്മൾ സ്കാറ്റേഡായി പോകരുത്. ദേവദാരുവിൻ്റെ വേരുറയ്ക്കുകയാണ്. നെവർ ഗീവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് എവരിവൺ. നിങ്ങൾക്ക് എല്ലാവർക്കും ശുശ്രൂഷയുണ്ട്. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ടാലന്റുകൾ നിങ്ങൾ വളർത്തിയെടുക്കണം. അതിന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പറ്റിയിരിക്കുക. അങ്ങനെ നിങ്ങൾ പറ്റിയിരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദൈവം തന്നെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും. അതിനനുസരിച്ച് നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുക. നമ്മളെക്കൊണ്ട് എന്ത് ചെറിയ ശിശു വലിയ ശിശു അതല്ല പ്രശ്നം. നമ്മളെക്കൊണ്ട് എന്താണ് പറ്റുന്നത്? ഒരാത്മാവിനെ നേടാൻ പറ്റുന്നെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നെങ്കിൽ അത്, ഏത് ശുശ്രൂഷയാണോ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത് അത് നമ്മൾ ചെയ്തു പോവുക. അപ്പം ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, ദൈവത്തോട് നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമുക്കുള്ള വഴികളും വാതിലുകളും നമ്മളെ വെളിപ്പെടുത്തി തരും. അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സ്ത്രീയെന്നും പുരുഷനെന്നും യാതൊരു വ്യത്യാസമില്ല. എല്ലാവർക്കും ദൈവം ഒരേ. കാരണം നമ്മളെല്ലാം ദൈവം രാജകീയ പുരോഹിതന്മാരാക്കിയാണ് ഇവിടെ ആക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ട ഒരു പെരയ്ക്കകത്ത് നമ്മൾ ഒതുങ്ങിക്കൂടരുത്. ഇറങ്ങി ധൈര്യത്തോടുകൂടി പ്രവർത്തിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. അപ്പോൾ എല്ലാവരും പറയും, എല്ലാ ദേവദാസന്മാരും കേരളത്തിൽ നിന്ന് പറയും, സ്ത്രീകൾക്ക് ശുശ്രൂഷകളുണ്ട്, എഴുന്നേൽക്കും എന്ന് പറയും. ഒരു സ്ത്രീക്ക് അപ്പോസ്തലയാകാൻ പറ്റുമോ, പാസ്റ്ററാകാൻ പറ്റുമോ, സ്നാനപ്പെടുത്താൻ പറ്റുമോ, കമ്മ്യൂണിയൻ കൊടുക്കാൻ പറ്റുമോ, ശവസംസ്കാരം, ഇതല്ല ചോദ്യം. ഹല്ലേലൂയ. ദൈവം നിന്നെ വിളിക്കുന്നുവെങ്കിൽ പാസ്റ്ററായിട്ടാണെങ്കിൽ പാസ്റ്ററായിട്ട്, അപ്പോസ്തലയാണെങ്കിൽ അപ്പോസ്തലയായിട്ട്, പ്രവാചികയാണെങ്കിൽ പ്രവാചികയായിട്ട്. ഹല്ലേലൂയ. ഒരു എമർജൻസിയിൽ ഒരു സ്നാനം കൊടുക്കണമെങ്കിൽ അതെല്ലാവർക്കും സ്നാനം കൊടുക്കാൻ പറ്റും. കമ്മ്യൂണിയൻ അത് കർത്താവുമായിട്ടുള്ള ഒരു ഇൻറ്റിമസിയാണ്, റീയൂണിയനാണ്, ഓർമ്മയ്ക്കായി ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നു നമ്മളെ. നമ്മൾക്കൊരു യോഗ്യതയും ഇല്ലാതിരുന്നപ്പോൾ നമ്മെ അവൻ വിളിച്ച് വേർതിരിച്ച് യോഗ്യത തന്നെങ്കിൽ അവൻ്റെ വേലയ്ക്കായി നമ്മളെ എല്ലാവരും ഒന്ന് സമർപ്പിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നടത്തട്ടെ. നെവർ ഗിവ് അപ്പ്. നമ്മുടെ മിനിസ്ട്രി ഈ പ്രാവശ്യം ഷൊർണൂർ മുതൽ കന്യാകുമാരി വരെയാണ്. 6 ദിവസമായിട്ടുള്ള യാത്രയാണ്. ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഹോം ടൗൺ ആണ്, കൊല്ലത്ത് ഒരു സ്ഥലത്താണ്. സ്തോത്രം. സോ അവിടുത്തെ ഇന്ന് 3 ബാപ്റ്റിസം ഉണ്ടായിരുന്നു. 3 ബാപ്റ്റിസം കഴിഞ്ഞു. ഒരു ഓർഡിനേഷൻ ഉണ്ടായിരുന്നു, പാസ്റ്റർ സോമൻ. ഹല്ലേലൂയ. ഞാൻ തന്നെയാണ് അദ്ദേഹത്തിന് 1.5 വർഷം മുമ്പ് സ്നാനം കൊടുക്കാൻ ദൈവം ഇടയാക്കിയത് ബാംഗ്ലൂരിൽ വെച്ച്. പല പെർസിക്യൂഷനിലൂടെ വേദനയിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി. പക്ഷേ ഐ നെവർ ഗിവ് അപ്പ്. ബിക്കോസ് വെൻ ഗോഡ് ഇസ് ഫോർ us, who can be against us? ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യലും, മനുഷ്യനിൽ ആശ്രയിക്കരുത്, നാം ദൈവത്തിൽ ആശ്രയിക്കണം. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. നെവർ ഗിവ് അപ്പ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.